ബീസ് വേൾഡ് ഇന്നത്തെ മാസത്തിൻ്റെ പ്രത്യേകതകൾ അതിനെക്കുറിച്ച് സംസാരിക്കാനായിട്ടാണ് ഞങ്ങൾ രണ്ടുപേരും വന്നിരിക്കുന്നത്. അപ്പം ഞാൻ കുറച്ച് ചോദ്യങ്ങൾ അമ്മീനോട് ചോദിക്കും, അമ്മേന് ഉത്തരം പറയും. ഓക്കെ, ഒന്നാമത്തെ ചോദ്യം ചോദിക്കട്ടെ. ഈ ഒക്ടോബർ മാസത്തിൻ്റെ പ്രത്യേകത എന്താ? ഒക്ടോബർ മാസത്തിന് എൻ്റെ ലൈഫിൽ കുറേ പ്രത്യേകതകളുണ്ട്, കുറേ സ്പെഷ്യലായിട്ടുള്ള കാര്യങ്ങളുണ്ട്. കാരണം ഫസ്റ്റ് ദൈവികമായിട്ടുള്ളതാണ്. ഒന്ന്, ഞാൻ മാതാവിൻ്റെ ഭയങ്കര ഒരു ഭക്തയാണ്. അതുകൊണ്ട് തന്നെ ഒക്ടോബർ മാസം നമ്മൾ ക്രിസ്ത്യൻസ് ജപമാല മാസമായിട്ട് ആചരിക്കുന്നതുകൊണ്ട് തന്നെ ഒക്ടോബർ ഭയങ്കര പണ്ടോട്ടെ ഇഷ്ടമാണ്. ഭയങ്കര ബ്ലെസ്ഡ് ആയിട്ടുള്ളൊരു മാസം എന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. പണ്ടത്തെ കഥ പറയണ, പണ്ട് മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ പറയുന്നത്. ഫസ്റ്റ് അത് പറയാം എനിക്ക്. പണ്ടിങ്ങനെ നമ്മളുടെ അവിടെ പൊള്ളയത്തേയിൽ ആദ്യമായിട്ട് ഇങ്ങനെ പള്ളിയിൽ നിന്ന് ഇടവകയിൽ നിന്ന് ഓരോരോ ഗ്രൂപ്പിലേക്ക് മാതാവിനെ കൊണ്ടുവന്നു. ഓരോരോ ഗ്രൂപ്പിലേക്ക് മാതാവിനെ കൊണ്ടുവന്നപ്പോൾ ഇങ്ങനെ അന്ന് ഞാൻ നെരുങ്ങി നടന്നിട്ടില്ല. ഞാനിങ്ങനെ നെരുങ്ങി നടക്കുന്ന സമയത്ത് ഇങ്ങനെ മാതാവിന് ആ ഗ്രൂപ്പിൽ കൊണ്ടുവന്നപ്പോഴത്തേക്കും ഇങ്ങനെ അവിടെയുള്ള എൻ്റെയൊക്കെ പ്രായമുള്ളവരും, എൻ്റെ പ്രായം അന്ന് ചെറുതല്ലേ, 16-17 വയസ്സെങ്ങാണ്ട്, അത്രയെങ്ങാണ്ട് വയസ്സാണ്, ഓർക്കുന്നില്ല, അത്രയും പ്രായം, 17 വേണ്ട ആ ഒരു പ്രായത്തിനിടയ്ക്കാണ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ സെറ്റ് സാരിയൊക്കെ കൊടുത്ത് ഭയങ്കര മുല്ലപ്പൂവൊക്കെ വെച്ച് മാതാവിനെ കൊണ്ടുവരുമ്പോൾ കയ്യിലിങ്ങനെ താലത്തി പൂവൊക്കെ ആയിട്ടേ ഇങ്ങനെ മാതാവിനെ വരവേൽക്കാനൊക്കെ ഇടണം. അപ്പം എനിക്കിങ്ങനെ അത് കണ്ടപ്പോൾ എനിക്ക് എൻ്റെ ഹൃദയം ഇങ്ങനെ പൊടിഞ്ഞു. എനിക്ക് അങ്ങനെ പോയി നിൽക്കാൻ ചങ്കൂട്ടിപ്പോയി. എനിക്ക് നമ്മുടെ ബിഗ് ബോസിലെ ജിസയില് പറഞ്ഞ പോലെ എൻ്റെ ചങ്ക് പൊട്ടിപ്പോയി അന്നേരം ആ സമയത്ത് കേട്ടാ. എന്നാലും ഞാൻ ആ പൊട്ടിപ്പോയി ചങ്കുമായിട്ട് അവിടെ പോയി നിന്ന്. അപ്പം ഞാൻ മുട്ടുകുത്തി നിൽക്കുമ്പോൾ ഇത്രയേ ഉള്ളു മുട്ടുകുത്തി എനിക്ക് നിൽക്കാൻ പറ്റുള്ളൂ, എനിക്ക് നിൽക്കാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ ഇങ്ങനെ മാതാവ് ഇങ്ങനെ എഴുന്നള്ളി ഒരു പന്തലോലയൊക്കെ കെട്ടി മാതാവിനെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് അവിടെ വെക്കാൻ വേണ്ടി. അപ്പം മാതാവിനെ ഇങ്ങനെ കൊണ്ടുവന്നു. അപ്പം ആ കൊണ്ടുവരുന്ന സമയത്ത് എല്ലാവരും ഇങ്ങനെ നിന്ന് വളരെ പ്രാർത്ഥനയോടുകൂടെ ഇങ്ങനെ എണീച്ച് നിന്നപ്പോൾ ഞാൻ ഏറ്റവും ബാക്കിലായിപ്പോയി. കാരണം ചവിട്ടുള്ളായിരുന്നല്ലോ, ഞാൻ ഇത്രയല്ലേ ഉള്ളു. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ഏറ്റവും ബാക്കിലായിപ്പോയി. അപ്പം എനിക്ക് മാതാവിനെ അങ്ങനെ ആനയിച്ച് കൊണ്ടുവന്ന് വെക്കുന്നത് കാണാൻ പറ്റിയില്ല. അപ്പം എൻ്റെ മനസ്സിൽ മറ്റേ പൊട്ടിപ്പോയി, അതുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ കുറേ നേരം കഴിഞ്ഞപ്പോൾ ഓരോരുത്തരായിട്ടൊക്കെ പ്രാർത്ഥിച്ചിട്ടൊക്കെ പോയി. അപ്പം അങ്ങനെ പോയി കഴിഞ്ഞപ്പോൾ ഞാനും ഞാൻ ഏറ്റവും ഫ്രണ്ടിൽ പോയിരുന്ന് പ്രാർത്ഥിച്ച് മാതാവിൻ്റെ അടുത്ത്. അപ്പം എന്നെ ഹൃദയം തുറന്ന് തന്നെ പ്രാർത്ഥിച്ചു, ഭയങ്കര വിഷമിച്ച് പ്രാർത്ഥിച്ച്. എനിക്ക് എണീച്ചിരിക്കാൻ പറ്റുന്നില്ലല്ലോ മാതാവേ എന്നൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ പ്രാർത്ഥിച്ച്. അങ്ങനെ പ്രാർത്ഥിച്ച് അത് കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് ഞാൻ അങ്ങനെ പിന്നെ മാതാവിനെ തിരിച്ചു കൊണ്ടുപോയി. ആ വർഷം കഴിഞ്ഞ് ഞാൻ ഒക്ടോബർ മാസമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് ശാന്തി ഭവനിൽ പോകുന്നത്. ചാലക്കുടിയിൽ ശാന്തി ഭവനിൽ പോയി. അവിടെ പോയി എൻ്റെ കുറേ നാൾ അവിടെ നിന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ഇങ്ങനെ വിദേശത്തു നിന്ന് ഡോക്ടർമാർ വിസിറ്റിങ്ങിന് വന്ന്, വലിയൊരു സ്റ്റോറിയാണ്, അതുപോലെ പിന്നെ പറയാം, ചുരുക്കി പറയാം. എന്നിട്ട് അവിടുന്ന് ഡോക്ടർമാർ വന്ന് എൻ്റെ കാല് സർജറി ചെയ്യുന്നത്, അതായത് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചതിൻ്റെ പിറ്റേ വർഷം ഒക്ടോബറിലാണ് ഈ ഡോക്ടർമാർ, ഒക്ടോബർ 1 ഈ ഡോക്ടർമാർ അവിടെ വിസിറ്റിങ്ങിന് വരുന്നത്. എന്നിട്ട് എൻ്റെ കാലിൻ്റെ സർജറി നടക്കുന്നത് ഒരു ഒക്ടോബർ 16 ആയിരുന്നു. അപ്പം ഒരു ഒക്ടോബറിൽ ഞാൻ മാതാവ് എനിക്ക് എണീച്ചിരിക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് ഞാൻ കരഞ്ഞ്. പിറ്റേ വർഷം ഒക്ടോബർ 16 എൻ്റെ കാലിൻ്റെ സർജറി കഴിഞ്ഞ് അതിൻ്റെ അടുത്ത ഒക്ടോബറിൽ എന്ത് സംഭവിച്ചു? ഞാൻ സെറ്റ് സാരിയൊക്കെ കൊടുത്ത് അവിടെ പള്ളിയിൽ വന്ന് മാതാവിനെ കൊണ്ടുവരുന്ന സ്ഥലത്ത് വന്ന് ഞാൻ ജപമാല വായിച്ച് അങ്ങനെ ഭയങ്കര അവിടെ വന്ന ഓരോ ആൾക്കാരും വളരെ സന്തോഷമായിട്ട്, നാട്ടുകാർ, കാരണം ഒരിക്കലും ഞാൻ എണീച്ച് നിൽക്കുമെന്നൊന്നും, നാട്ടുകാർക്കൊക്കെ നമ്മളോട് ഭയങ്കര സ്നേഹമായിരുന്നു, എന്നോട് ഭയങ്കര സ്നേഹമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ എണീച്ച് നിന്ന് കണ്ടപ്പോൾ ഒരു നാടടക്കം സന്തോഷിച്ചെന്നുള്ളത് ഞാൻ വളരെ പ്രൗഡായിട്ട് ആ നാട്ടുകാരെ പറയുന്നത്. കാരണം അവിടുത്തെ ഓരോ വ്യക്തികൾക്കും, എല്ലാ വ്യക്തികളും, എന്നെ അറിയാവുന്ന എല്ലാ വ്യക്തികൾക്കും ഭയങ്കര സന്തോഷമായിരുന്നു എന്നെ അങ്ങനെ കണ്ടപ്പോൾ. അപ്പം ഒക്ടോബർ മന്ത് എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ബ്ലെസ്സിങ് ആയിട്ടുള്ള, അന്ന് തൊട്ട് ഇന്ന് വരെ വളരെ ബ്ലെസ്സിങ് ആയിട്ടുള്ളൊരു മാസമാണ്. ഞാൻ ഈ മാസം മാതാവിൻ്റെ മുന്നിൽ പോയിട്ട് എൻ്റെ ഒരു വിശ്വാസമാണ്, ഞാൻ എന്ത് പറഞ്ഞ് പ്രാർത്ഥിച്ചാലും കരഞ്ഞ് പ്രാർത്ഥിച്ചാലും
മാതാവ് അത് കേൾക്കും എന്ന് എനിക്ക് ഭയങ്കര വിശ്വാസമാണ്, എൻ്റെ അനുഭവമാണ്. ഇപ്പം നമ്മളുടെ വിശ്വാസങ്ങളെയൊക്കെ പലരും ചിലപ്പോൾ കേൾക്കുമ്പോൾ ചോദ്യം ചെയ്യും, ഇങ്ങനെ ഉണ്ടാകുന്നതൊക്കെ ചോദ്യം ചെയ്യും. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ പല പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ ഈ മദ്യം, പാനം, മയക്കുമരുന്ന് അല്ലെങ്കിൽ വേറെ രീതിയിലുള്ള ബന്ധങ്ങൾ ആശ്വാസത്തിന് വേണ്ടി അങ്ങനെയൊക്കെ കണ്ടെത്തുന്നതിനെക്കാട്ടിയും എനിക്കാണ് ഒരു വർഷം നമുക്കിഷ്ടമുള്ള ദൈവത്തിനോട് നമ്മൾ കൂടുതൽ അടുത്ത് ആ ദൈവത്തിനോട് നമ്മൾ വിശ്വസിച്ച് ആ ദൈവത്തിൻ്റെ അടുത്ത് നമ്മൾ സംസാരിച്ച് പ്രാർത്ഥിച്ച് നമ്മളുടെ പ്രശ്നങ്ങൾക്ക്, അതായത് ദൈവം നേരിട്ട് ഇറങ്ങി വന്നല്ല പരിഹാരം കാണുന്നത്, നമുക്ക് നമ്മുടെ മനസ്സിൽ സൊല്യൂഷൻസ് കണ്ടെത്താൻ നമുക്ക് പറ്റും, നമുക്കല്ലെങ്കിൽ അതിനെ അതിജീവിക്കാൻ പറ്റും. അപ്പം ഒരു വിശ്വാസം എന്ന് പറയുന്നത് അത് എല്ലാവർക്കും നല്ലതാണ്, ചിലർക്കില്ല, ചിലർക്കുണ്ട്. എനിക്കത് ഭയങ്കര വിശ്വാസമാണ്. അങ്ങനെ എൻ്റെ ചങ്ക അന്ന് പൊട്ടിപ്പോയെങ്കിലും പിന്നെ അതൊക്കെ ദൈവം കൂട്ടി യോജിപ്പിച്ച് കസ്റ്റമർ വന്നതുകൊണ്ട് ഇടയ്ക്ക് വെച്ച് കട്ടായിപ്പോയി. അപ്പോൾ അങ്ങനെ ഒക്ടോബർ മാസം അങ്ങനെ ഒരുപാട് ബ്ലെസ്സിങ്ങൾ, ഏറ്റവും എൻ്റെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഇപ്പം നടന്നതാണ് എൻ്റെ ലൈഫിൽ ഫസ്റ്റ് അത്ഭുതം, ലൈഫിൽ കിട്ടിയ പ്രത്യക്ഷത്തെ കണ്ട ഏറ്റവും വലിയ നേട്ടം. അതുപോലെ എനിക്ക് വേറെയും കുറേ നേട്ടങ്ങൾ എൻ്റെ ലൈഫിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നേട്ടങ്ങൾ എനിക്ക് സംഭവിച്ചത് ഒക്ടോബർ മാസത്തിലാണ്. അത് അടുത്ത വീഡിയോയിൽ പറഞ്ഞാൽ ഇത് ഭയങ്കര ലെങ്തായി പോകത്തില്ലേ? വേണ്ട, അത് അടുത്ത വീഡിയോയിൽ പറയാം നമുക്ക്. ഓക്കെ, നാളെ പറയാം. ബൈ.